അതെ, ആളുണ്ടായിരുന്നു. അപ്പോഴും നീ വിളിക്കരുത് കേട്ടോ. ആ, ഞാൻ പറയുമ്പോഴേ വിളിക്കാവൂ. ഞാൻ മെസ്സേജ് അയക്കാം, അപ്പൊ വിളിച്ചാ മതി. പിന്നെ ശരി. ഇപ്പൊ വിളിക്കണ്ട. ഞാൻ ചാറ്റ് ചെയ്യാം. ഓക്കെ. ശരി. അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യ്. ശരി. മിണ്ടാതിരിക്ക്. ശരി. ഇപ്പൊ വേണ്ട. ശരി ശരി. ശരിയെങ്കിൽ അയ്യടാ. നീ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ സാധനമല്ല ഉണ്ട്. നീ ആരെ ഫോൺ വിളിക്കുന്നത്? അത് ഞാൻ ഉമ്മയെ വിളിച്ചത്. പറയടാ. എത്ര രൂപ നിനക്ക് വേണ്ട? ഞാൻ ഇപ്പൊ അയച്ചേക്കേ. കൊഴപ്പില്ല, എന്റെ ക്യാഷ് ഉണ്ട്. അത് നിനക്ക് സ്വർണം വേണോ? ഹലോ, നീ ആരാടാ? നീ കുറച്ചു ദിവസം കൊണ്ട് എങ്ങനെ വിളിക്കാണല്ലോ. നീ ആര്? ശരി 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 ശരി. അവൻ ആരാന്നറിയാവോ? നിങ്ങൾ ആരാണ്? അവൻ ആരാന്നറിയാവോ? ഇത് അതാ അവനാ എന്റെ എല്ലാം ആണ്. എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി. നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട. എന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന അവനാണ്. എനിക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ അന്വേഷിക്കുന്നതും എന്നെ എപ്പോഴും വിളിച്ച് ചോദിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം അവനാണ്. നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പോണം. എനിക്ക് അവന്റെ കൂടെ നിനക്കൊരു തെറ്റ് പറ്റി. നീ ഇവിടെ കുഞ്ഞുങ്ങളെ കൊള്ളണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നില്ലേ പറ്റില്ല. നിന്റെ തെറ്റ് പറ്റിയത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ പോണ്ട, അവിടെ നില്ലേ. ഹലോ, ഞാൻ എന്താ വരുന്നേ? അവിടെ നിക്കണേ. ഞാൻ എന്താ വരുന്ന? നീ പോവരുത്. പോയാ ഇങ്ങോട്ട് വരരുത്. ഞാൻ പോവരുത്. പോയാ നീ ഇങ്ങോട്ട് കേറ്റത്തില്ല. നീയാ? നിന്നെ ഇവിടെ കയറുന്നല്ലേ അറിഞ്ഞത്? പ്ലീസ്, എന്നോട് ക്ഷമിക്കാം. എന്നോട് ക്ഷമിക്കണം. അയാളെന്നെ പറ്റിക്കുമായിരുന്നു. അയാളെ പഞ്ചാര ബാക്കി ഞാൻ വീണ് അയാളെന്നെ എന്റെ സ്വർണവും പണവും ഒക്കെ തട്ടിച്ചെടുത്തുള്ളൊരു തട്ടിപ്പോയിരുന്നായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പ്ലീസ് എന്നെ കേൾക്കണം. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ നീ ഇങ്ങോട്ട് കയറരുത്. നീ അങ്ങോട്ട് പോ. എനിക്ക് നിന്നെ വേണ്ട. പോ. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണവും സ്നേഹവും പോരാതെ പഞ്ചാര വാക്കുകളിൽ മുഴുകി പോകുന്ന സ്ത്രീകൾ കിട്ടുന്ന പണി ഇതാണ്.